നമുക്കൊരു കോൾ ഉണ്ട് മാഡം, നമുക്ക് അതിലേക്ക് പോവാം. ഹലോ 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 ഹെൽത്ത് ടോക്കിലേക്ക് സ്വാഗതം. ആരാണ്? ഹലോ, പേര് പറഞ്ഞോളൂ മാഡം. പേര് അനുഷ്യ. ഡോക്ടറോട് ചോദിച്ചോളൂ. ഹലോ, ഡോക്ടറോട് ചോദിച്ചോളൂ. ഹലോ. ഓക്കെ, കേക്കാം. ഡോക്ടർ, ഒരു സംശയം ചോദിക്കാനാണേ. ഹലോ. കേക്കുന്നുണ്ട്, പറയൂ. ഈ പ്രഗ്നന്റ് ആവുന്നതിന് തൈറോയിഡിന്റെ പ്രശ്നം എന്തെങ്കിലും ഉണ്ടെങ്കിൽ കുഴപ്പമുണ്ടോ? അതെ, തൈറോയിഡിന്റെ പ്രശ്നം ഉണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്ത് നോർമൽ ആക്കിയിട്ടേ പ്രഗ്നൻസി ആകാൻ നോക്കാവുള്ളൂ. അപ്പം എത്ര വരെയൊക്കെ ആവാം ഡോക്ടർ നോർമൽ? നോർമൽ നമ്മൾ പറയുന്നത് ഇപ്പം ഒരു 4 ഇതെന്ന് പറയുന്ന TSH 3 ഹോർമോൺ നോക്കുന്നതിൽ TSH എന്ന് പറയുന്നത് അത് ഇപ്പൊ എത്രയുണ്ട്? 15 ഒരുപാട് കൂടുതലാണ്. അത് നമ്മള് TSHന്റെ അല്ലേ 15 എന്ന് പറയുന്നത്. അപ്പം ബാക്കി ഹോർമോണും കൂടെ നോക്കണം. നോക്കിയിട്ട് അതിന് തൈറോക്സിൻ എന്നുള്ള ഗുളിക കഴിച്ചിട്ട് ഒരു TSH എന്തോ കുറയും. കുറഞ്ഞു കഴിഞ്ഞിട്ട് പ്രഗ്നൻസി ആകാവുള്ളൂ. അല്ലെങ്കിൽ കുട്ടികൾക്ക്, ജനിക്കുന്ന കുട്ടികൾക്ക് ചെറിയൊരു ശതമാനം കുട്ടികൾക്ക് ഒരു മെൻ്റൽ റിട്ടാർഡേഷൻ, ബുദ്ധിമാന്ദ്യം, അങ്ങനത്തെ ചില പ്രശ്നങ്ങൾ കാണുന്നുണ്ട്. അതുകൊണ്ട് 15 എന്നുള്ളത് കറക്റ്റ് ചെയ്ത് ഒരു 4-നകത്ത് നിർത്തണം. ഓക്കെ, താങ്ക് യു മാം, താങ്ക്സ് ഫോർ കോളിംഗ്. ഡോക്ടർ, ഞാൻ ചോദിക്കാൻ വന്നത്, ഇപ്പം ഡോക്ടർ പറഞ്ഞതിൽ നിന്ന് നമുക്ക് കൂടുതൽ വ്യക്തമാവുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ ചെയ്യും, നമ്മൾ എക്സസൈസ്, റെഗുലർ ആയിട്ടുള്ള എക്സസൈസ്, കറക്റ്റ് ആയിട്ടുള്ള ഒരു ഫുഡ് ഹാബിറ്റ്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഡെലിവറി ടൈം എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു പീരീഡ് ആക്കി. അത് എൻജോയ് ചെയ്യുക എന്ന് മാത്രമല്ല, നമ്മൾക്ക് ഇപ്പം പേടിയില്ലാതാകുകയാണെങ്കിൽ തന്നെ നമ്മുടെ സിസേറിയൻ സെക്ഷൻ റേറ്റ് നമുക്ക് കുറയ്ക്കാൻ പറ്റും. ഇപ്പോൾ സാധാരണ ഒരു ലേബർ റൂമിലെന്ന് പറയുമ്പോഴത്തേക്കും കുറേ ഗർഭിണികൾ കാണും. അവർ കൂടെയുള്ള നമ്മളുടെ റിലേറ്റീവ്സ് കൂടെ കാണില്ല. അപ്പം നാച്ചുറലി ഈ വേദനയും ഇതിൻ്റെ കൂടെ ടെൻഷനും ഒക്കെ വരും. അത് തന്നെ ഗർഭാശയമുഖം വികസിക്കാനുള്ള ചില പ്രശ്നങ്ങളുണ്ടാകും. അപ്പോൾ അങ്ങനെയാണ് നമ്മളിപ്പോൾ ഈ സിസേറിയൻ സെക്ഷൻ റേറ്റ് കൂടുന്ന ഡിസ്ഫങ്ഷണൽ ലേബർ എന്ന് പറയും. ലേബർ പെയിൻ വരും, പക്ഷെ ആ ഗർഭാശയമുഖം വികസിക്കാതെ വരുന്നു. അപ്പോൾ അങ്ങനെയുള്ളത് ഇതാകാൻ വേണ്ടിയിട്ടാണ് ആ ഒരു ഇത് അവർക്ക് കൂടുതൽ സന്തോഷം ഉണ്ടാകുന്നു എന്ന് മാത്രമല്ല, സയൻറ്റിഫിക്കലി പ്രൂവ്ഡ് ആണ്. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ നമ്മളുടെ ഹോസ്പിറ്റലിൽ ഈ LDR എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു കോൺസെപ്റ്റ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത്. അതുകൊണ്ടാണ്. അപ്പോൾ ഒരു വീടിൻ്റെ ഒരു അന്തരീക്ഷം നിലനിർത്തിക്കൊണ്ട് അവർക്ക് ഒരു പിന്നെ ഹസ്ബൻഡോ അമ്മയോ ആരെങ്കിലും ക്ലോസ് ആയിട്ടുള്ള ആരെങ്കിലും ഓൾ ത്രൂ ഔട്ട് ലേബർ, അപ്പോൾ അവർക്ക് വേണ്ടി ഓരോരുത്തർക്കും വേണ്ടി ഓരോ സെപ്പറേറ്റ് LDR ആണ്, അല്ലാതെ കോമൺ ആയിട്ടുള്ള. അപ്പോൾ നാച്ചുറലി അവരുടെ ടെൻഷൻ കുറയും. അപ്പോൾ അത് ഒരു സിസേറിയൻ സെക്ഷൻ റേറ്റും കുറയാനും ലേബർ കൂടുതൽ പ്രോഗ്രസ് ചെയ്യാനും, പിന്നെ നമ്മൾ ഈ യോഗ, പിന്നെ ബ്രീതിങ് എക്സസൈസ് നമ്മൾ ഇവർക്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ എന്താ വരുന്നതെന്ന് വെച്ചാൽ, പെയിൻ കുറച്ച് അവരെ ഇതിനു വേണ്ടിയിട്ട് തയ്യാറാക്കുമ്പോൾ ആ പെയിൻ വരുന്നതിൻ്റെ ഇൻറ്റൻസിറ്റി കുറവായിരിക്കും. മാത്രമല്ല, ഇപ്പോൾ ഡ്യൂറേഷൻ ഒരു മണിക്കൂറൊക്കെ, ഇപ്പം വേറൊരാളിന് 6 മണിക്കൂറൊക്കെ ഉണ്ടെങ്കിൽ ഇത് 5 മണിക്കൂർ കൊണ്ട് നമുക്ക് പ്രസവം നടക്കും. അപ്പോൾ അതും അങ്ങനെയും അതുകൊണ്ട്. ഡോക്ടർ ഇപ്പം പറഞ്ഞതിൽ നിന്ന് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ ഒരു ഏറ്റവും നമുക്ക് ആ സമയത്ത് അടുത്ത ആവശ്യമുണ്ടെന്ന് തോന്നുന്ന ഒരാൾ, ഒന്നുകിൽ ഹസ്ബൻഡ് ആയിരിക്കാം അല്ലെങ്കിൽ അമ്മയായിരിക്കാം. അവരുടെ ഒരു പ്രസൻസ് എന്ന് പറയുന്നത് നമ്മുടെ ലേബർ പെയിൻ കുറയ്ക്കാൻ, അല്ലാന്നുണ്ടെങ്കിൽ ഒരു നോർമൽ ഡെലിവറി പ്രൊമോട്ട് ചെയ്യാനൊക്കെ എപ്പോഴും ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ ഇമ്പോർട്ടൻ്റ്. അപ്പം നമ്മളിപ്പം ഒരു LDR എന്ന് പറയുന്ന ഒരു ഫെസിലിറ്റിയെ കുറിച്ച് സംസാരിച്ചു. LDR എന്ന് പറഞ്ഞാൽ അത് ലേബർ, ഡെലിവറി ആൻഡ് റിക്കവറി, ഇത് മൂന്നും
ഒരേ മുറിയിലാണ്. ഇപ്പോൾ സാധാരണഗതിയിൽ നമ്മൾ പ്രസവിക്കാറാകുമ്പോഴത്തേക്ക് അടുത്ത സ്റ്റേജിലോട്ട് കൊണ്ടുപോയി അങ്ങനെ ആണല്ലോ. അപ്പോൾ ഇതിപ്പോൾ നമ്മളെ ഒരു LDR റൂമാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഇത് കാണുമ്പോൾ നമുക്ക് സാധാരണഗതിയിൽ ഒരു ബെഡ് പോലെ കാണും. അപ്പോൾ നമുക്ക് കുറച്ച് വേദന ഉള്ള സമയത്ത് നമുക്കിതിൽ കിടക്കുകയോ അല്ലെങ്കിൽ ഇരിക്കുകയോ എല്ലാം കാണാം. അപ്പോൾ ഈ ഓരോ അമ്മയും മോണിറ്റർ ചെയ്യാനും അമ്മയുടെ പ്രഷറും BP-യും എല്ലാം മോണിറ്റർ ചെയ്യാനും പിന്നെ യൂട്രസിൻ്റെ കൺട്രാക്ഷൻ എത്രയുണ്ട്, അതിൻ്റെ ഇൻറ്റൻസിറ്റി എത്രയാണ്, ആ സമയത്ത് കുഞ്ഞിൻ്റെ ഹാർട്ട് റേറ്റ് എത്രയാണ്, ഇതെല്ലാം കൂടെ അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു ഉപകരണം. ഇതെല്ലാം കൂടെ ഒരുമിച്ച് അറിയാൻ വേണ്ടിയിട്ടുള്ള, അല്ലെങ്കിൽ നമ്മൾ പ്രത്യേകമാണ് അമ്മയ്ക്ക് വേറെ കുഞ്ഞിന് വേറെ, ഇതെല്ലാം ഇതിനകത്ത് തന്നെ ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിപ്പോൾ ഹസ്ബൻഡ് ഇപ്പം കൂടെ നിൽക്കുന്നു, ഡോക്ടർ പരിശോധിക്കുകയാണ്. അപ്പോൾ നമ്മൾക്ക് ഈ ബെഡ് ഇങ്ങനെ പൊക്കി വയ്ക്കാം. പിന്നെ ഇത് ആ സെയിം ബെഡ് തന്നെ ഡെലിവറി ആകുമ്പോൾ നമ്മൾ ഈ ഫോമിൽ ഇങ്ങനെ ആക്കുന്നു. അപ്പോൾ തൊട്ടപ്പുറത്ത് കാണുന്നതാണ് ബേബിയുടെ റിസസിറ്റേഷനും ബേബിയുടെ കെയറിനും വേണ്ടിയിട്ടുള്ള അത് എല്ലാം. ഇതെല്ലാം ഒരു റൂമിൽ തന്നെ അത് ഉണ്ട്. ഇതിൻ്റെ ഭാഗമായിട്ടതാണ് നമ്മളിപ്പോൾ ഒരു ഗ്രഹാന്തരീക്ഷം കിട്ടണം. നല്ല വേദനയാണ്. ഒന്ന് പുറത്ത് പോവുകയാണെങ്കിൽ നമ്മൾ അവിടെ തന്നെ ഇവിടെ വന്നിട്ട് ഇതിനകത്ത് ഒരു അവരുടെ ഒരു ഹോംലി ഗ്രഹം, ഒരു വീടാണെന്നുള്ള ഒരു അന്തരീക്ഷം ഉണ്ടാക്കാൻ വേണ്ടിയാണ് നമ്മൾ ശ്രമിച്ചിരിക്കുന്നത്. ഇവിടെ നമുക്ക് ഇതിനാവശ്യമായിട്ടുള്ള ഇപ്പോൾ ഒരു കപ്പ് ചായയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനുള്ള ഒരു ഫ്രിഡ്ജും മൈക്രോവേവും പിന്നെ കെറ്റിൽ എല്ലാം വെച്ചിട്ടുണ്ട്. അപ്പോൾ അവർക്ക് ഒരു ഹോസ്പിറ്റൽ ആണെന്നുള്ള ഒരു തോന്നലില്ലാതെ തന്നെ വരാം. പിന്നെ ഇത് വേറൊരു ടൈപ്പ് ലേബർ കോട്ടാണ്. ഇത് നമ്മൾക്ക് ഇപ്പം കിടന്നപ്പോൾ ഡെലിവറി ചെയ്യണം എന്ന് വെച്ചാൽ നമ്മൾ ഗർഭിണി ഏത് പൊസിഷനാണ് അവർക്ക് കംഫർട്ടബിൾ ആണ്. ഇപ്പോൾ എല്ലാവരും കിടന്ന് തന്നെ പ്രസവിക്കണമെന്നൊന്നുമില്ല. ഏത് പൊസിഷനാണ് അവർക്ക് കംഫർട്ടബിൾ ആണെന്ന് അവർക്ക് തോന്നുന്ന ആ പൊസിഷനിൽ അവർക്ക് ഡെലിവറി ചെയ്യാം. അപ്പോൾ ഇപ്പം നമ്മളിപ്പോൾ കാണിച്ചിരിക്കുന്ന ഇതെന്ന് പറയുമ്പോഴത്തേക്ക് സിറ്റിംഗ് ഇങ്ങനെ ഉള്ള ഒരു പൊസിഷനിൽ വേണമെങ്കിൽ അതിനെ കൺവേർട്ട് ചെയ്തിട്ട് അങ്ങനെ ഡെലിവറി ചെയ്യാനുള്ള ഒരു സംവിധാനമാണ്.